ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് 5 മിനിറ്റിനകത്ത് തന്നെ റെഡിയാക്കാം. അതും വീട്ടിൽ എപ്പോഴും കാണുന്ന 2 ചേരുവ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് കാണാം. പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യൊന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ നെയ്യ് എല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തത് ഏത് വേണേലും എടുക്കാം. ഏതായാലും നമ്മൾ വറുക്കാത്തെടുത്താലും ഇതേപോലെ, വറുത്തതെടുത്താലും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും റവ. അപ്പോൾ കളറ് വ്യത്യാസം വരും, രുചിക്കും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈട്ടതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒടിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വീണ്ടും 1 ടീസ്പൂണ് നെയ്യ് ചേർക്കാം. ഇതിലോട്ട് 1 കപ്പ് റാഗി പൗഡറില്ലേ, അതാണ് ചേർക്കുന്നത്. രണ്ടും ഒരേ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് പോകുന്നത് വരെ നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ സമയം നമുക്ക് 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഞാനിപ്പോൾ കെറ്റിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കെറ്റിലില്ലെങ്കിൽ മറ്റൊരു സോസ് പാനിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് റവ ഇട്ട പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ രണ്ടും മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതേ പാനിലോട്ട് തന്നെ 1 സ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണ് കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരണം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂണ് ചെറുപയർ പരിപ്പില്ല, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൂഗ് ദാൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പരിപ്പൊക്കെ പൊട്ടിത്തുടങ്ങുന്നുണ്ട്. ഇതിലോട്ട് ഇഷ്ടമുള്ളത്ര കാഷ്യൂ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഒരു 4-5 കൊച്ചുള്ളി ഇതേപോലെ കട്ടാക്കിയിട്ട് ഇട്ടതാണ്, വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. കൂടുതൽ ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഒന്ന് തളർന്ന് കിട്ടിയാൽ മാത്രം മതി. ഇതിലോട്ട് വേണ്ട സാധനങ്ങൾ: കുറച്ച് ക്യാരറ്റ്, ചെറിയ കഷ്ണം തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് പകരം സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്താലും മതി. ഇത് ക്യാരറ്റ് അല്ല, ഇത് മധുരക്കിഴങ്ങാണ്, ഓറഞ്ച് കളറിലുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് ഇല്ല. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതില്ലെങ്കിൽ ഇത് ചേർത്താലും മതി കേട്ടോ. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും, നമ്മൾ ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ ടിഫിനൊക്കെ കൊണ്ടുപോകാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്, പോരാത്തുനിന്ന് ഹെൽത്തുമാണ് കേട്ടോ. ഹെൽത്തിയാണ്. ഇനി നമുക്കൊരല്പം കായപ്പൊടി കൂടി ചേർക്കാം. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവർക്ക് കായപ്പൊടി ചേർത്താൽ അതിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടുന്നതായിരിക്കും. ഒന്നും കൂടി വാടി വരണം. ഇതൊക്കെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവയും റാഗി പൗഡറും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വീതമാണ് പൊടി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അപ്പോൾ കട്ടയില്ലാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല കട്ടിയായി തുടങ്ങുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ഒരല്പം ഗീ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം.
ഇപ്പം ഞാൻ പാന് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഇങ്ങനെ കുഴ പോലെ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെറിയൊരു കിണ്ണത്തിലാക്കി കൊടുക്കാം. ഇതിനെ ഈ കിണ്ണത്തിന് ചൂടോടെ തന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. എല്ലാം ഇതേപോലെ ആക്കി കൊടുത്താൽ നല്ല ഷേപ്പും കിട്ടും, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കണ്ടല്ലോ, ഞാനങ്ങനെ 4 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്, ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.